രക്തസാക്ഷികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചവരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രക്തസാക്ഷി മണ്ഡപങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. രക്തസാക്ഷി അനുസ്മരണ ദിനമുണ്ട്. രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോഴത്തേക്കും കൂടുതൽ ഒരു ഉണർവും ഉത്തേജനവുമൊക്കെ പാർട്ടിക്ക് ഉണ്ടാകുന്നു അല്ലെ ഉണ്ടാക്കുന്നു. അപ്പം ഇത് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വളർച്ചയുടെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാർഗമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നതാണ് രക്തസാക്ഷികളെ ഉണ്ടാകുക, രക്തസാക്ഷികളെ ലെവറേജ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി. പക്ഷേ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, പാർട്ടിയുടെ ചില നേതാക്കളുടെ വളർച്ചയ്ക്ക് പ്രത്യേകമായിട്ടും അതുകൊണ്ട് വലിയ ഗുണമുണ്ട് എന്നുള്ളത് അടുത്ത കാലത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്ത് നമ്മുടെ ശ്രീ പിണറായി വിജയൻ്റെ ജില്ലയായ കണ്ണൂരിൽ ഒരു ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായതിനു ശേഷം രക്തസാക്ഷിക്ക് സാധാരണഗതിയിൽ വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ബാക്കി ആശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഫണ്ട് പിരിവ് നടത്തും. അപ്പോൾ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിവ് പയ്യന്നൂർ നടത്തിയ ആ ഫണ്ട് ഭൂരിഭാഗവും ആ പിരിവ് നടത്തിയ നേതാക്കൾ അടിച്ചു മാറ്റി മോഷ്ടിച്ചെടുത്തു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അടുത്ത കാലത്ത് വെളിയിൽ വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ മഹാരാജാസ് കോളേജിൽ വെച്ച് ഒരു കത്തിക്കുത്തിൽ മരിച്ച അഭിമന്യു ഫണ്ട് പിരിവ്, അഭിമന്യുവിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഫണ്ട് പിരിവ് നടത്തി. അപ്പോൾ ആ വീടിൻ്റെ പടമൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ രക്തസാക്ഷികളുടെ ഫണ്ട് പിരിവിലെ തട്ടിപ്പുകൾ മാർക്സിസ്റ്റ് പാർട്ടി എത്രയാണ് നടത്തുന്നതെന്നുള്ളതിനെ പറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ അഭിമന്യുവിന് വീട് വെച്ച് കൊടുത്ത് ആ വീടിൻ്റെ പടവും ഈ വീട് വെക്കാൻ വേണ്ടി അഭിമന്യുവിന് വേണ്ടി പിരിച്ച അത്രയും പണം ആവശ്യമുണ്ടോ, അപ്പോൾ ബാക്കി പണം എവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അഴിമതി ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ വെളിയിൽ പറയുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പുറത്തു എന്ന് പറയും എന്നുള്ളത് കൊണ്ട് പുറത്താക്കും എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അഭിമന്യുവിന് സംഭവിച്ച പോലെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് കൊണ്ടൊക്കെ അങ്ങനെ പറയാറ് ഇപ്പോഴത്തെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഉള്ളപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ രക്തസാക്ഷി ഫണ്ട് പിരിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ചില നേതാക്കൾക്ക് വളരാൻ വേണ്ടി എന്നുള്ളത് ഇപ്പോൾ ഏകദേശം വിളിച്ചു തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ CPMൻ്റെ രക്തസാക്ഷി ഫണ്ട് പിരിവിലെ തിരിമറികളും മോഷണവുമൊക്കെ വെളിയിൽ വന്നപ്പോഴത്തേക്കും CPM അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് പിരിച്ചവരെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ തിരിമറി നടത്തിയവരെ അഴിമതി നടത്തിയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു കാര്യമല്ല CPM ചെയ്യുന്നത്. പകരം CPMൻ്റെ ഈ അടിമ കക്ഷികളെ ഉപയോഗിച്ച് കോൺഗ്രസിൻ്റെ രക്തസാക്ഷികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തിയതിലെ തിരിമറികൾ കോൺഗ്രസ്സുകാരെത്ര നടത്തി എന്നുള്ളതാണ് അവർ ഇപ്പോൾ പ്രതിരോധിക്കുന്ന മാർഗം. അല്ലാതെ സാധാരണഗതിയിൽ ഒരു ആരോപണം വരുമ്പോഴത്തേക്കും ആ ആരോപണ വിധേയനായ പാർട്ടിയിലെ ആൾക്കാരെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുകയോ ഒക്കെയാണ് ഒരു സുതാര്യമായ അഴിമതിയില്ല എന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ CPM അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള ആൾക്കാരെ പോലും അന്വേഷണ വിധേയമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ പറ്റുന്നില്ല. പിന്നെയാണോ ഈ പയ്യന്നൂരെ രക്തസാക്ഷി ഫണ്ട് പിരിവിലും മറ്റ് കെട്ടിടം ഫണ്ടും ഒക്കെ മോഷ്ടിച്ചതിൽ നിന്ന് അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ അന്വേഷണവിധമായി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാർട്ടിക്ക് പറ്റുന്നില്ല. പക്ഷേ പ്രതിരോധം ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഷുഹൈബ് വധക്കേസിൽ കോൺഗ്രസ്സുകാരും പിരിച്ചു 1 കോടിയുടെ പൈസ. എന്നിട്ട് അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അത് വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. ഭൂരിഭാഗം പൈസയും ഷുഹൈബിന് അത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പ്രതിരോധമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവിടുത്തെ ആൾക്കാർ നടത്തുന്നത്. ഒക്കോഴ്സ് കോൺഗ്രസ്സുകാർ ഈ ഒരു കാര്യത്തിൽ പരിശുദ്ധരൊന്നുമല്ല. അവർ വയനാട് വീട് വെക്കാൻ വേണ്ടിയിട്ട് ദുരന്തമുണ്ടായപ്പോഴത്തേക്കും ഫണ്ട് പിരിച്ചു. അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അതുകൊണ്ട് പോയി. വീട് ഇതുവരെ അവർ വെച്ച് കൊടുത്തിട്ടില്ല, വർഷം കഴിഞ്ഞു.
എന്നുള്ള ഒരവസ്ഥ നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരും പിരിവിൻ്റെ കാര്യത്തിലും പിരിവ് വയ്ക്കുന്ന പൈസ മുക്കുന്ന കാര്യത്തിലുമൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരേക്കാൾ ഒരു 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 മുന്നിലൊന്നും അല്ല, അല്ലെങ്കിൽ പിന്നിലുമല്ല, ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ണൂർ അല്ലെങ്കിൽ വയനാട് ഒക്കെ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ രക്തസാക്ഷികളുണ്ടാകുന്നതും ദുരന്തങ്ങളുണ്ടാകുന്നതും നമ്മളുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ചാകരയാകുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഈ CPM-നും കോൺഗ്രസ്സിനും ഒന്നും ഭൂഷണമല്ല.